ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നെൻ്റെ ഡേ 1 ആയിരുന്നു. രാവിലെ 4:56 ആയപ്പോഴേക്കും ഞാൻ എൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്തു. സോ ഫസ്റ്റ് ആയിട്ട് തന്നെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി. 3rd ജൂണിന് വേണ്ടിയിട്ടുള്ള ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി. ചെറിയൊരു ലിസ്റ്റായിരുന്നു ഇന്ന്, കാരണം എനിക്ക് പകൽ ടൈം കിട്ടുന്നില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പോവുകയാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ആദ്യത്തെ ഷെഡ്യൂളായിട്ടുള്ള എഡിറ്റോറിയൽ റീഡിംഗ് ആണ് ഞാൻ ആദ്യം ചെയ്തത്. അത് ഞാൻ അഫയേഴ്സ് ക്ലൗഡിൽ നിന്നുള്ള ആഡ് ഓൺ കോഴ്സിൽ നിന്നാണ് എഡിറ്റോറിയൽ ചെയ്തത്. ദെൻ എഡിറ്റോറിയൽ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ഞാൻ പഠിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ നാളെ മുതൽ കുഞ്ഞ് സ്കൂളിൽ പോയി കഴിഞ്ഞ് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിച്ചു തുടങ്ങാമെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നാളത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റുക. ആദ്യം തന്നെ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നലെ ഒരു വീഡിയോ ഞാനിതുപോലെ കൗശിക് സാറിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കും ആ ഒരു തിരിച്ചറിവ് തോന്നിയത്. അപ്പോൾ നാളെ മുതൽ തുടങ്ങാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു സ്റ്റഡിയാണ് ഞാൻ അതുകൊണ്ട് ഇന്നലെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. സോ നമുക്ക് ഇന്ന് കിട്ടുന്നതിനെ ഇന്ന് തന്നെ യൂസ് ചെയ്യുക. നാളത്തെ ടൈം നാളെ അതിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതും കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതൊരു എക്സാമും അതല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമോ എന്ത് മോട്ടിവേഷണൽ ഗോൾസ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ രാവിലത്തെ ഈ ഒരു സമയം ഞാൻ ഇന്നലെ നിങ്ങളോട് പ്രോമിസ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ എണീച്ചത്. അതല്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേറെ എക്സാംസ് ഒന്നും മുൻപിലില്ലാഞ്ഞത് കൊണ്ട് തന്നെ മടി സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ എഴുന്നേൽക്കാനുള്ള മൂഡ് പോലും തോന്നത്തില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ എണീക്കും, ഞാൻ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ട് കിടന്നു. അതുകൊണ്ട് എനിക്ക് ആ ടൈമിൽ അലാറം അടിച്ചപ്പോൾ അത് ഓഫാക്കി, അതായത് സ്നൂസ് ചെയ്യാണ്ട് ഇരുന്ന് എണീച്ച് വന്നിരുന്ന് പഠിക്കാൻ തോന്നി. അതുപോലെ നിങ്ങളും ഈ ഒരു അടുത്ത ഡേയിലോട്ട് ആരൊക്കെ റെഡിയാണെന്ന് ചോദിച്ചപ്പോൾ ഒത്തിരി പേര് റെഡിയാണെന്ന് കമൻറ്റ് ചെയ്തിരുന്നു. സോ അപ്പോൾ നിങ്ങളും ഇപ്പോൾ എന്നെ കാരണം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. സോ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് മുൻപോട്ട് പോവുക. ഇനിയുള്ള എക്സാംസ് എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള എക്സാംസ് ആണ്. SBI PO പോലുള്ള എക്സാംസ് ആണ്. അതിനൊക്കെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒത്തിരി വിലപ്പെട്ട ഒരു കാര്യമാണ്. സോ അപ്പോൾ ഡെയിലി പഠിക്കുന്ന കൂട്ടത്തിൽ എഡിറ്റോറിയൽ മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ എഡിറ്റോറിയൽ റീഡിങ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു ക്വിസാണ്. ആ ഒരു ക്വിസ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, പിന്നെ ചെയ്തതെന്ന് പറയുന്നത് SBIയുടെ ഒരു മോക്കാണ് ചെയ്തത്. റെഡി ആക്കേണ്ട കാര്യങ്ങളിലോട്ടൊക്കെ പോയത്. അപ്പോൾ ഒത്തിരി സമയം പഠിക്കാനില്ലാത്തതിൻ്റെ പേരിൽ മാറ്റി വെക്കുന്ന കുറേ പേരുണ്ട്. ഇനിയിപ്പോൾ 1 മണിക്കൂറല്ലേ ഉള്ളൂ, ഈ ഒരു മണിക്കൂറും കൊണ്ട് എന്താവാനാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ബിക്കോസ് ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ആ ഒരു കറക്റ്റ് തോട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ആ ഒരു മണിക്കൂർ കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. സോ അപ്പോൾ ഞാൻ എൻ്റെ എഡിറ്റോറിയൽ എന്നുള്ള ആ ഒരു ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് SBI POയുടെ പ്രീ മോക്കാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു പ്രീവിയസ് ഇയറിലെ മോക്കായിരുന്നു. ഗൈഡിൽ നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ ഒരു 5 to 10 ഡേയ്സ് ആയിട്ടുണ്ട് ഞാൻ ഒരു മോക്കൊക്കെ എടുത്തിട്ട്. സോ അതുകൊണ്ട് ഞാൻ SBI POയുടെ ഒരു പ്രിലിംസ് മോക്ക് കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേയൊക്കെ ചെയ്തു. അതായത് ഇംഗ്ലീഷ് ചെയ്ത് കുറേ വന്നു കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് കിടക്കയിൽ വിളിച്ചപ്പോഴേക്കും ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് പോസ് ചെയ്യാൻ വിട്ടുപോയിരുന്നു. സോ പോസ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും നെറ്റ്വർക്ക് ഇഷ്യൂ ആയി. എനിക്ക് ക്വാൺസിന് സമയം തികയാണ്ട് വന്നു. അതുകൊണ്ട് തന്നെ ക്വാൺസിൽ എനിക്ക് വളരെ കുറവ് അറ്റംപ്റ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു മോക്ക് പിന്നെ വേറെ ഒരെണ്ണം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അതിനുള്ള സമയം എനിക്കില്ലായിരുന്നു. 6 മണി അടുത്ത് സമയമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു മോക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ റീസണിങ് സെക്ഷനും ചെയ്തിട്ട് എനിക്കതുകൊണ്ട് തന്നെ വലിയ മാർക്സൊന്നും അതിലില്ല. സോ ഇപ്പോൾ നമുക്ക് ആ ഒരു മോക്ക് പകുതിക്ക് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് പോവാം. കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഞാൻ കരുതി, അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. മാർക്സ് കുറവാണെങ്കിൽ പോലും നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ മോക്സ് ഇപ്പോൾ എപ്പോഴും 90% തന്നെ കിട്ടണം എന്നില്ല. ഏതൊരു ടോപ്പറിനാണെങ്കിലും ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് ചിലപ്പോൾ എൻ്റെ നല്ല മാർക്സ് മാത്രമായിരിക്കും. സോ അങ്ങനെയല്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു മോക്ക് ചെയ്തതിൽ എനിക്ക് വന്ന സ്കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് എൻ്റെ സ്കോഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ അത്രയുമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുഞ്ഞിനെ രാവിലെ എണീപ്പിച്ച് അവളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവളെ സ്കൂളിൽ കൊണ്ടുപോയി. എനിക്കും ഇന്ന് പോകണമായിരുന്നു. അവളുടെ കൂടെ സ്കൂളിൽ പോയി കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ താല്പര്യമുള്ളവർ പറയാനുള്ളത്. താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നമ്മൾ അപ്പോൾ 4 നിങ്ങൾക്കൊരു ഡേ സെൽഫ് 2 മോട്ടിവേഷൻ ആവും. ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് അപ്പോൾ യു ഫോർ ആർക്കൊക്കെ ഈ വാച്ചിങ്.